ഹായ് മക്കളെ, അപ്പോൾ അതാ ഇനി നമ്മളെ +2 സ്റ്റുഡൻസിൻ്റെ മുന്നിലുള്ള നിങ്ങളെ യാത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം ഇനി നമുക്ക് കംപ്ലീറ്റ് എക്സാമുകളും കാര്യങ്ങളാണ്, പഠിപ്പിൻ്റെ ടൈമാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട റേറ്റാണ് ഇത് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ. ഏകദേശം ഇംപ്രൂവ്മെൻറ്റ് എക്സാം വരെ നമുക്കറിയാം ഏകദേശം ഫെബ്രുവരി ടൈമിലാണ്. നമ്മളെ പബ്ലിക് എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ ഒക്കെ കൂടെ ആയിട്ടായിരിക്കും, പബ്ലിക് എക്സാമിൻ്റെ കൂടെ ആയിട്ടായിരിക്കും ഇംപ്രൂവ്മെൻറ്റ് എക്സാം വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. റെഡി? പലരും എന്താണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ വേണ്ടി ചിന്തിച്ചുകൊണ്ട് തുടങ്ങിയിട്ടല്ല. കാരണം നമുക്കറിയാം നമുക്ക് ഏകദേശം നവംബറൊക്കെ ആകുമ്പോഴാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനൊക്കെ വരുന്നത് അല്ലേ. പക്ഷേ എന്ത് ചെയ്യുക, ആ ഒരു ടൈമൊന്നും ആവാൻ പാടില്ല. ഇപ്പോഴേ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം അത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുണ്ട് ഇനി വരാനുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ വെറുതെ നിങ്ങളെ പബ്ലിക് എക്സാമും എല്ലാം എന്താണ് നമുക്കൊരു ബുദ്ധിമുട്ടായി പോകും. എന്താണ് ഈ ഒരു ടൈം ആവുന്നേ നമ്മൾ എന്താക്കുക, ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് മുൻപ് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാറ് പറഞ്ഞുതരാം. നമ്മുടെ സബ്ജക്റ്റിൻ്റെ കേസാണ്. ഓക്കെ, പലരും ചിലപ്പോൾ ഏത് സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ചില കുട്ടികൾ എന്താണ് മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റുകൾ എന്തായാലും പിടിക്കും അല്ലെ, അത് ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ള രീതിയിൽ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞുതരാം. ഒന്നാമത്തെ എന്താണ്, മാർക്ക് കുറഞ്ഞത് നമ്മൾ എന്തായാലും പരിഗണിക്കുക അല്ലേ, അതിനാണ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്, മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റുകൾ. പക്ഷേ ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഒന്നാമത്തെ കാര്യം, ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് +2 കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് പ്രത്യേകമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ പ്രൊഫഷണൽ കോഴ്സ്, കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ. CA, CMA, CS അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്താണ് BComനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവല്ലോ. അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റിൽ നമ്മുടെ കൊമേഴ്സിൻ്റെ കോർ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. അത് നമ്മൾ എന്താക്കുക, മാർക്ക് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം. റെഡി? ദെൻ അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മളെന്താണ് ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ ആണ്, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ്, BA മലയാളം അങ്ങനെയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ മാർക്ക് കുറഞ്ഞതിൽ ലാംഗ്വേജ് സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അത് പഠിക്കുക. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാനും ഇല്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ. എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് മാർക്ക് കൂട്ടി കിട്ടിയാൽ മതി അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഓവറോൾ മാർക്ക് തന്നെയായിരിക്കണം അല്ലേ. ഓവറോൾ മാർക്ക് തന്നെയായിരിക്കണം. ഓവറോൾ മാർക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സബ്ജക്റ്റ് ചൂസ് ചെയ്യുക? നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം സിമ്പിളായിട്ട് ഈ ഒരു ടൈം പീരീഡ് കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഏതാണ് മാർക്ക് കുറഞ്ഞതിലുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലേ? ഇനി ലാസ്റ്റ് കാര്യം, നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാറ്റഗറിയിലെ എല്ലാ കുട്ടികളും ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്രം നിങ്ങൾ എന്താക്കുക, ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ചൂസ് ചെയ്യുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. റെഡി അല്ലേ? പക്ഷേ അവിടെ വേറൊരു കോൺഫ്ലിക്റ്റ് നമുക്ക് വരേണ്ടതാണ്. കോൺഫിഡൻറ്റും ആയിരിക്കില്ല, പക്ഷെ മാർക്കും കുറവുണ്ടാവും. അങ്ങനെ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. അത് ഏതായിരിക്കും? നമ്മുടെ അക്കൗണ്ടൻസി ആയിരിക്കും അല്ലേ. അക്കൗണ്ടൻസി ആയിരിക്കും. റെഡി? അപ്പോൾ അക്കൗണ്ടൻസി പലർക്കും കോൺഫിഡൻ്റ് അല്ലെങ്കിലും ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പലർക്കും മാർക്ക് കുറച്ച് കുറവുണ്ടാവും അല്ലേ. അവിടെയാണ് നമ്മളെ സ്റ്റഡി പ്ലാനിൻ്റെ കേസ് പറയാൻ പോകുന്നത്. ഇത് ഒരു റിയൽ സ്റ്റഡി പ്ലാൻ അല്ല, പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. കൃത്യമായുള്ള സ്റ്റഡി പ്ലാനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായി നിങ്ങൾക്ക് ലൈവിൽ വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ അതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ഇപ്പോൾ നമ്മളെന്താണ് സെപ്റ്റംബറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഈ ടൈമിൽ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ടഫായിട്ടുള്ള നമ്മുടെ അക്കൗണ്ടൻസി പോലുള്ള സബ്ജക്റ്റുകൾ ഇപ്പം കുറച്ചായിട്ട് പഠിക്കുക. അതായത് ഏകദേശം നമ്മളിതാ ഒരു ഡിസംബർ കഴിയുമ്പോഴേക്കും, ഡിസംബറിനൊക്കെ ടൈം വെച്ചാൽ നമ്മൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കുന്ന ടൈം ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിസംബറൊക്കെ കഴിഞ്ഞ് ഏകദേശം ജനുവരി ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ്മെൻറ്റ് കംപ്ലീറ്റ് തീർത്തിരിക്കണം. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്യുക. അതായത് ഡെയിലി എന്ത് ചെയ്യുക, രാവിലെയൊക്കെ ഉള്ളൊരു ടൈം, ഒരു 5:30 എണീക്കാൻ ശ്രമിക്കുക മക്കൾ. ഒരു 5:30 എണീച്ചിട്ട് ഡെയിലി എന്താക്കുക, ഒരു 7:30 വരെയൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുന്നേ വരെയൊക്കെ എന്താക്കുക, ഒരു ടൈം കൊടുത്തുകൊണ്ട് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയുള്ള ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഹോളിഡേയ്സിലും ഒരു ടൈം കൊടുക്കുക. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി പഠിക്കാൻ ഹോളിഡേയ്സിൽ ഒരു ടൈം നിങ്ങൾ മാറ്റി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ലൈവുകളൊക്കെ കഴിഞ്ഞൊരു ടൈം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ടൈം മാറ്റി വെക്കുക. അതും എങ്ങനെ കൊടുക്കുക, പ്രയോറിറ്റി ടഫസ്റ്റ് സബ്ജക്റ്റിന് ഇപ്പോൾ കൊടുക്കുക. റെഡി? എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഡിസംബറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്റ്റുകൾ തീർക്കുക. 3 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് അറിയാം ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, 3 അതിൽ കുറവാവാം. അപ്പോൾ ആ സബ്ജക്റ്റുകളെല്ലാം ഒരു ഡിസംബർ കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക,
തീർക്കാൻ ശ്രമിക്കുക, പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു ജനുവരി ഫെബ്രുവരി എക്സാമിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുക യെസ്, നിങ്ങൾ മാക്സിമം PYQസിനൊക്കെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ വർക്ക്ഷീറ്റ് PYQs ഇതെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് ഇങ്ങനെയായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിതാ ഇപ്പോൾ മനസ്സിൽ വെക്കേണ്ടത്. ഇതിനനുസരിച്ച് വേണം നിങ്ങളിനി മുന്നോട്ട് പോകാൻ. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറ് വരുന്നതായിരിക്കും ലൈവിൽ. അപ്പോൾ അതിന് മുൻപേ നിങ്ങളിതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തുകൂടാ, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തുകൂടാ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയെങ്കിൽ മക്കളെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ബാച്ചിൽ ഓൾറെഡി ഫ്രീ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ പ്ലാലിസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ വൺ ഷോട്ടുകളും ലൈവുകളും റിവിഷൻ ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.